സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടി സർക്കാർ അംഗീകൃത ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ ചെങ്ങന്നൂരിൽ നടക്കും. ജില്ലാ സമ്മേളനം യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്യും. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടി സർക്കാർ അംഗീകൃത ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഏറ്റവും വലിയ സംഘടന എന്നറിയപ്പെടുന്ന ലെൻസ്ഫെഡിന്റെ ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ ചെങ്ങന്നൂരിൽ നടക്കും. ചെങ്ങന്നൂരിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കായംകുളത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് മാവേലിക്കരയുടെ MLA MS അരുൺകുമാർ പങ്കെടുക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ T, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗമായ VD ജയകുമാർ അടക്കമുള്ള സംഘടനാ നേതാക്കന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. കൃത്യമായി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതുപോലെ ബിൽഡിംഗ് റൂൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ലെൻസ്ഫെഡ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ലൈസൻസുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ലെൻസ്ഫെഡ്. നമ്മളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയിലെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടും ഈ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ, ബിൽഡിംഗ് റൂൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് ലെൻസ്ഫെഡ്. 17-ന് സെമിനാർ, വിളംബര റാലി എന്നിവ നടക്കും. 18-ന് ജില്ലാ പ്രസിഡന്റ് KR പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ജില്ലാ സമ്മേളനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്യും. MS അരുൺകുമാർ MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CA വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ്, സംസ്ഥാന സമിതി അംഗങ്ങളായ R ജയകുമാർ, A സുരേഷ് കുമാർ, ഫൈസൽ, ജില്ലാ സെക്രട്ടറി MR അനിൽ എന്നിവർ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.